നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇലക്ട്രിക് വാഹനങ്ങളുടെ വില ഉയരും. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയ നടപടിയിൽ തിരിച്ചടിയുണ്ടാകുമെന്നും റിപ്പോർട്ട്. വൈദ്യുതി മേഖലയിലെ സമഗ്ര പരിഷ്കാരങ്ങൾ ലക്ഷ്യമിടുന്ന കരട് ബിൽ കേന്ദ്രം അവതരിപ്പിച്ചു. സ്വകാര്യ കമ്പനികൾക്ക് വൈദ്യുതി വിതരണത്തിന് അനുമതി നൽകിയേക്കും. ഇന്ത്യ EFTA വ്യാപാര കരാറിൽ $100 ബില്യൺ നിക്ഷേപ സാധ്യത. 1 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ട്. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് മടങ്ങി വരുന്നു. ഈ ആഴ്ച ഇന്ത്യൻ ഓഹരികളിൽ 1751 കോടി രൂപയുടെ നിക്ഷേപം നടത്തി. വാട്ടർ മെട്രോ മട്ടാഞ്ചേരിയിലേക്ക് സർവീസ് ആരംഭിച്ചു. 2 ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചൈനയ്ക്ക് പുതിയ തീരുവ ഏർപ്പെടുത്തിയതോടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില ഉയരും. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 100% അധിക തീരുവ ഏർപ്പെടുത്തിയ നടപടിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും റിപ്പോർട്ട്. 2025 നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 100% അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു. ഇത് ചൈനീസ് ഇറക്കുമതിയുടെ മൊത്തത്തിലുള്ള താരിഫ് നിരക്ക് ഏകദേശം 130% ഉയർത്തും. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവിന്റെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയും ചൈനയും തമ്മിലുള്ള പുതിയ വ്യാപാര വർധനവിനെ തുടർന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ, കാറ്റാടി യന്ത്രങ്ങൾ, സെമി കണ്ടക്ടർ ഭാഗങ്ങൾ എന്നിവയുടെ വില ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. US-ചൈന വ്യാപാര സംഘർഷങ്ങളിലെ ഏറ്റവും വലിയ വർധനവാണ് ഒക്ടോബർ 10 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ നടത്തിയത്. 2025 നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന എല്ലാ ചൈനീസ് ഇറക്കുമതികൾക്കും 100% അധിക താരിഫ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. നിലവിലുള്ള താരിഫുകൾക്ക് പുറമെയാണിത്. ചൈന ഏർപ്പെടുത്തിയ അപൂർവ എർത്ത് ധാതുക്കളുടെ പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങൾക്ക് മറുപടിയായാണിത്. US വ്യവസായങ്ങൾക്ക് അപൂർവ ധാതുക്കളുടെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ വാഷിംഗ്ടണിന് ഉടൻ തന്നെ ബീജിംഗുമായി ഒരു പുതിയ കരാറിൽ എത്തുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്നും GTRI റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വൈദ്യുതി മേഖലയിലെ സമഗ്ര പരിഷ്കാരങ്ങൾ ലക്ഷ്യമിടുന്ന കരട് ബിൽ കേന്ദ്രം അവതരിപ്പിച്ചു. സ്വകാര്യ കമ്പനികൾക്ക് വൈദ്യുതി വിതരണത്തിന് അനുമതി നൽകിയേക്കും. 2003 വൈദ്യുതി നിയമത്തിന്റെ കരട് ഭേദഗതികളാണ് സർക്കാർ പുറത്തിറക്കിയത്. സ്വകാര്യ കമ്പനികൾക്ക് വൈദ്യുതി വിതരണം അനുവദിക്കുക, വൈദ്യുതി റെഗുലേറ്റർമാർക്കുള്ള പുതിയ നയം അവതരിപ്പിക്കുക എന്നിവ ബില്ലിൽ ഉൾപ്പെടുന്നു. സംസ്ഥാന വൈദ്യുതി നിയന്ത്രണ കമ്മീഷനുകൾ വൈദ്യുതി വ്യാപാരം ഉൾപ്പെടെയുള്ള വിപണി വികസനം സജീവമായി പ്രോത്സാഹിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിതരണ ലൈസൻസികൾക്ക് നിയമമനുസരിച്ച് വൈദ്യുതി വിതരണം ചെയ്യാനും ഭേദഗതികൾ നിർദ്ദേശിക്കുന്നു. നിലവിൽ ഒരു സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒന്നിലധികം ലൈസൻസികൾ പ്രത്യേക നെറ്റ്വർക്കുകൾ നിലനിർത്തേണ്ടതുണ്ട്. കേന്ദ്ര വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വൈദ്യുതി മന്ത്രിമാരെ അംഗങ്ങളായുള്ള ഒരു ദേശീയ വൈദ്യുതി കൗൺസിൽ രൂപീകരിക്കുക എന്നതാണ് ഒരു പ്രധാന പരിഷ്കരണം. ഇതുവരെ 6.9 ലക്ഷം കോടി രൂപയിലധികം സഞ്ചിത നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. നേരത്തെ കേന്ദ്രത്തിന്റെ നീക്കത്തിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. ഇന്ത്യയുടെ ഫെഡറൽ ഘടനയെ ബാധിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു എതിർപ്പ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ EFTA വ്യാപാര കരാറിൽ $100 ബില്യൺ നിക്ഷേപ സാധ്യത. 1 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ട്. സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലൻഡ്, ലിറ്റൻസ്റ്റൈൻ എന്നിവയാണ് EFTA രാജ്യങ്ങൾ. 15 വർഷത്തിനുള്ളിൽ $100 ബില്യൺ നിക്ഷേപവും 1 ദശലക്ഷം തൊഴിലവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. കരാർ പ്രകാരം ആദ്യ 10 വർഷത്തിനുള്ളിൽ $50 ബില്യൺ അടുത്ത 5 വർഷത്തിനുള്ളിൽ $50 ബില്യൺ നിക്ഷേപിക്കുമെന്ന് EFTA രാജ്യങ്ങൾ പറയുന്നു. പുനരുപയോഗ ഊർജ്ജം, ലൈഫ് സയൻസ്, ഡിജിറ്റൽ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ ഈ നിക്ഷേപങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവയുടെ നടത്തിപ്പിനായി ഒരു ഏകജാലക പ്ലാറ്റ്ഫോമായി ഇന്ത്യ EFTA ഡെസ്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. നഴ്സിംഗ്, അക്കൗണ്ടൻസി, ആർക്കിടെക്ചർ തുടങ്ങിയ പ്രധാന തൊഴിലുകളിലെ പരസ്പര സഹകരണവും കരാറിൽ ഉൾപ്പെടുന്നു. കരാർ പ്രകാരം കൃഷി, സമുദ്രോൽപ്പന്നങ്ങൾ, ഉൽപ്പാദനം എന്നിവയിൽ ഗണ്യമായ വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. EFTA രാജ്യങ്ങൾ ഈ ഉൽപ്പന്നങ്ങളിൽ മിക്കതിന്റെയും താരിഫ് ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിനാൽ ഇന്ത്യയിലെ കാപ്പി, തേയില, യന്ത്രങ്ങൾ, സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവയുടെ കയറ്റുമതിയിൽ വർധനവ് കാണാൻ സാധ്യതയുണ്ട്. എഞ്ചിനീയറിംഗ്, തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ വ്യവസായങ്ങൾക്കും പ്രയോജനപ്പെടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് മടങ്ങി വരുന്നു.
ഈ ആഴ്ച ഇന്ത്യൻ ഓഹരികളിൽ 1751 കോടി രൂപയുടെ നിക്ഷേപം നടത്തി. ആഴ്ചകളോളം നീണ്ട തുടർച്ചയായ വിൽപ്പനയ്ക്ക് ശേഷം വിദേശ നിക്ഷേപകർ ഈ ആഴ്ച ഇന്ത്യൻ വിപണിയിൽ നിന്ന് ഓഹരികൾ വാങ്ങിക്കൂട്ടി. നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ് പുറത്തിറക്കിയ ഡാറ്റ പ്രകാരം ഒക്ടോബർ 6-നും ഒക്ടോബർ 10-നും ഇടയിൽ വിദേശ നിക്ഷേപകർ 1751 കോടി രൂപയുടെ നിക്ഷേപം രേഖപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തുടർച്ചയായ വിൽപ്പന സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും ആഭ്യന്തര സ്ഥാപന നിക്ഷേപകർ വിപണി സ്ഥിരത നിലനിർത്താൻ സഹായിച്ചു. കഴിഞ്ഞയാഴ്ചയിൽ വിദേശ നിക്ഷേപകർ ശക്തമായ തിരിച്ചുവരവ് പ്രകടിപ്പിച്ചു. ആദ്യ 2 സെഷനുകളിലെ വൻ വിൽപ്പനയ്ക്ക് ശേഷം ഒക്ടോബർ 6-നും 7-നും അവർ ഓഹരികൾ വാങ്ങിക്കൂട്ടി. ഈ ആഴ്ചയിലെ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകരുടെ പോസിറ്റീവ് നിക്ഷേപത്തോടെ ഒക്ടോബറിൽ ഇന്ത്യൻ വിപണിയിൽ നിന്നുള്ള പിൻവലിക്കൽ 2091 കോടി രൂപയായി കുറഞ്ഞുവെന്ന് ഡാറ്റ വ്യക്തമാക്കുന്നു. സെപ്റ്റംബറിൽ വിദേശ നിക്ഷേപകർ 23,885 കോടി രൂപയുടെ പിൻവലിക്കൽ രേഖപ്പെടുത്തി. ഈ വർഷം ഇതുവരെ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് മൊത്തം 1,56,611 കോടി രൂപ പിൻവലിച്ചു. FPI പ്രവർത്തനത്തിലെ സമീപകാല മാറ്റങ്ങൾ ഇന്ത്യൻ ഓഹരികളിൽ പുതിയ ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും ഈ പോസിറ്റീവ് പ്രവണതയുടെ സ്ഥിരത തുടർച്ചയായ നിക്ഷേപക ഒഴുക്ക്, ശക്തമായ കോർപ്പറേറ്റ് വരുമാനം, സ്ഥിരതയുള്ള ആഗോള സാഹചര്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കേരള വാർത്തകൾ നോക്കാം. കൊച്ചിയിലെ പൈതൃക സ്ഥലങ്ങളായ മട്ടാഞ്ചേരി, വില്ലിംഗ്ടൺ ഐലൻഡ് എന്നിവിടങ്ങളിലേക്കും ഇനി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യാം. 2 ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് പുതിയ 2 ടെർമിനലുകൾ കൂടി. മട്ടാഞ്ചേരി, വില്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകളാണ് പുതിയതായി തുറന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ടെർമിനലുകൾ നാടിന് സമർപ്പിച്ചു. മട്ടാഞ്ചേരി ടെർമിനലായിരുന്നു ചടങ്ങ്. ലോകശ്രദ്ധ ആകർഷിച്ചതാണ് വാട്ടർ മെട്രോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ രാഷ്ട്രങ്ങൾ വാട്ടർ മെട്രോ നടപ്പിലാക്കാൻ കേരളത്തെ സമീപിച്ചു. പ്രാദേശിക വികസനത്തിൽ കൊച്ചി വാട്ടർ മെട്രോ വലിയ സംഭാവന നൽകുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഇതേ മാതൃകയിൽ സർവീസ് ഒരുക്കാൻ ആഗ്രഹിക്കുന്നതിനുള്ള പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംസ്ഥാന സർക്കാരുകൾ, പല ഭരണ സംവിധാനങ്ങൾ നമ്മെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ശ്രീ ബെഹ്റ ചില വിദേശ രാഷ്ട്രങ്ങൾ നമ്മുടെ വാട്ടർ മെട്രോ അവിടെ നടപ്പാക്കാൻ ബന്ധപ്പെട്ട കാര്യം പറയുകയുണ്ടായി. അതിൻ്റെ മറ്റു കാര്യങ്ങൾ പൂർണ്ണതയിലെത്തിയതിനു ശേഷം രാജ്യങ്ങളുടെ പേര് പറയാമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ആ പേരുകൾ ഞാൻ പറയാതിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മുംബൈ അടക്കമുള്ള 20 നഗരങ്ങളിൽ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് വാട്ടർ മെട്രോ സാധ്യതാ പഠനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മലയാളിക്കും അഭിമാനമാകുന്ന നേട്ടമാണ് വാട്ടർ മെട്രോയിലൂടെ കേരളം കൈവരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൈതൃക പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വാട്ടർ മെട്രോ മാറുന്നു. ടൂറിസം രംഗത്തിന് പദ്ധതി ഉണർവ് നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ ടെർമിനലുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. കടമക്കുടിയിലെ ടെർമിനൽ അന്തിമഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 38 കോടി രൂപ ചെലവിലാണ് 2 ടെർമിനലുകളും നിർമ്മിച്ചത്. ഇതോടെ വാട്ടർ മെട്രോ ടെർമിനലുകളുടെ എണ്ണം 12ആയി. 8000 ചതുരശ്ര അടി വലിപ്പത്തിൽ മട്ടാഞ്ചേരി ടെർമിനൽ പൈതൃകമുറങ്ങുന്ന ഡച്ച് പാലസിന് തൊട്ടടുത്താണ്. പഴയ ഫെറി ടെർമിനലിന് അടുത്താണ് 3000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വില്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനൽ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ബ്രസ്റ്റ് ക്ലിനിക്കുമായി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് ശ്വേത മേനോനും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചേർന്ന് പുതിയ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർബുദ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി ബ്രസ്റ്റ് 360 എന്ന പേരിലാണ് പുതിയ ക്ലിനിക്ക് ആരംഭിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയാണ് ക്ലിനിക്കിന്റെ ലക്ഷ്യം. ജീവിതശൈലി മാറ്റങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളും കൊണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ലൈഫ് സ്റ്റൈൽ ക്ലിനിക്കും ഇതിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ സൗത്ത് ബ്ലോക്കിലാണ് പുതിയ ക്ലിനിക്ക്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കേരളത്തിലെന്നല്ല ലോകത്തിലെല്ലായിടത്തും വളരെ കൂടുതലാണ്. അപ്പം ഈവൻ പണ്ടൊക്കെ 40 വയസ്സിന് മുകളിലുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം ഈവൻ 20-25 വയസ്സിൽ വരെയൊക്കെ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഏജ് ഒരു ഫാക്ടറല്ല.
അപ്പോൾ ഓരോരുത്തരും ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. അതിന് ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ ഓരോരുത്തരും പ്രതിബദ്ധരായിരിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിലാണ് ബ്രസ്റ്റ് 360 എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അത് ക്യാൻസറിന് മാത്രമല്ല, ബ്രസ്റ്റിൻ്റെ ഏത് ബുദ്ധിമുട്ടുകൾക്കും ഏത് ലക്ഷണങ്ങൾക്കും ബ്രസ്റ്റ് 360യിൽ ആർക്ക് വേണേലും. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച 9 o'clock to 1 o'clock ആണ്. പക്ഷേ അത് ഭാവിയിൽ നമ്മൾ എല്ലാ ദിവസത്തേക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. താരസംഘടനയായ അമ്മയുടെ പിന്തുണയോടെയാണ് ബ്രസ്റ്റ് ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത്. ഒക്ടോബറിൽ പിങ്ക് മാസത്തോടനുബന്ധിച്ച ക്യാൻസർ സ്ക്രീനിംഗ് ടെസ്റ്റുകൾക്കായി അമ്മ സംഘടനയിലെ കൂടുതൽ അംഗങ്ങളെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ബ്രസ്റ്റ് 316 ക്ലിനിക്കിൽ എത്തിക്കാൻ ശ്രമിക്കുമെന്ന് പ്രസിഡന്റ് ശ്വേതാ മേനോൻ അറിയിച്ചു. ഇന്ന് അമ്മയുടെ കൂടെ മെഡിക്കൽ ട്രസ്റ്റ് ഇതിനു വേണ്ടി നമ്മുടെ മെമ്പേഴ്സിന് സപ്പോർട്ട് ചെയ്യുകയാണ്. അത് വലിയൊരു മെസ്സേജാണ്. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മെഡിക്കലി ദേശേ 40+, പക്ഷേ 40ൻ്റെ കീഴിലും ഇത് ഭയങ്കരമായ യങ്സ്റ്റേഴ്സിൽ ഭയങ്കരമായ പ്രിവലൻ്റുള്ള ഒരു കേരള സ്റ്റേറ്റ് ഭയങ്കര ഒരു ഡേഞ്ചർ സോണിലാണല്ലോ ഉള്ളത്. അപ്പോൾ നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഐ തിങ്ക് സെൽഫ് അവെയർനെസ് ഇവർ കൊടുക്കുന്നുണ്ട്. ആൻഡ് മെനി തിങ്സ് അതേ സമയത്ത് നമ്മുടെ സ്ത്രീകളുടെ കൂടെ ആണുങ്ങളുടെയും മെഡിക്കൽ ചെക്കപ്പ് മെഡിക്കൽ ട്രസ്റ്റ് അത് നമ്മുടെ മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു വി ആർ വെരി താങ്ക്ഫുൾ ഫ്രം അമ്മാസ് പോയിന്റ് ഓഫ് വ്യൂ. താങ്ക് യു സോ മച്ച്. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. ഇതോടൊപ്പം തന്നെ ക്യാൻസർ സ്ക്രീനിംഗ്, ക്യാൻസർ പ്രിവന്റീവ് ക്ലിനിക്ക് എന്നിവയും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വന്ദേ ഭാരതിൻ്റെ തിരുവനന്തപുരം തൈക്കാട്ടുള്ള ബേസ് കിച്ചണിൽ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതായി കണ്ടെത്തി. ട്രെയിനുകളിലെയും റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലെയും ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടി. ട്രെയിനുകളിലെയും റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലെയും ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഓപ്പറേഷൻ പൊതിച്ചോർ എന്ന പേരിൽ റെയിൽവേ പോലീസും തിരുവനന്തപുരം നഗരസഭയും സംയുക്തമായി പരിശോധന നടത്തിയത്. അതിനിടെയാണ് തിരുവനന്തപുരം തൈക്കാടുള്ള വന്ദേ ഭാരതിന്റെ ബേസ് കിച്ചണിലും പരിശോധന നടത്തിയത്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന് തെളിവുകൾ കണ്ടെത്തി. അതിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ ആരോഗ്യ വിഭാഗം വന്ദേ ഭാരതിന്റെ ബേസ് കിച്ചന് നോട്ടീസ് നൽകി. ബേസ് കിച്ചൺ അധികൃതർ ഇതിന് കൃത്യമായ മറുപടി നൽകേണ്ടി വരും. ഭക്ഷണത്തിനടക്കം വലിയ തുകയാണ് വന്ദേ ഭാരത് ട്രെയിനിൽ യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്നത്. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും തുടർച്ചയായി ഇത്തരം പരിശോധനകൾ ഇനിയുമുണ്ടാകുമെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡിൽ. ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,390 രൂപയും പവന് 91,120 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 9,365 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളി വിലയും വർദ്ധിച്ചു. ഗ്രാമിന് 8 രൂപ കൂടി 175 രൂപയിലാണ് വ്യാപാരം നടന്നത്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.